അപ്പോൾ നമ്മൾ ഡോണർ കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മളൊരു ചോപ്പറിലോട്ട് 500 ഗ്രാം മിൻസ്ഡ് ബീഫ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 2 കുഞ്ഞ് സവാള ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ് ഒക്കെ കൂടെ അരച്ചിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. എന്നിട്ട് 2 മണിക്കൂറിന് ശേഷം ഒരു ബേക്കിംഗ് പേപ്പർ ഇടുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നമ്മളുടെ മിൻസ്ഡ് ബീഫ് ഇടുക. അത് നല്ലോണം ഇങ്ങനെ പരത്തി കൊടുക്കുക. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. യു ക്യാൻ യൂസ് എ റോളിംഗ് പിൻ ആസ് വെൽ. പക്ഷേ എനിക്ക് റോളിംഗ് പിൻ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കൈവച്ച് ഇങ്ങനെ ഇതായി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആസ് യു ക്യാൻ സീ ഇറ്റ്സ് സൂപ്പർ തിൻ. ഇനി നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു ബേക്കിംഗ് പാനിലോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റഡ് ഓവൻ ഫോർ 5 മിനിറ്റ്സ്. അതിലൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് ബേക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ലിക്വിഡ് ഇറങ്ങി വരും, അതെടുത്ത് ഒരു ബൗളിലോട്ട് എടുത്ത് മാറ്റുക. എന്നിട്ട് പിന്നെയും ഒരു 15 മിനിറ്റ്സിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക ടിൽ ദ പേപ്പേഴ്സ് ആർ സൂപ്പർ ഡാർക്ക് ബ്രൗൺ. അപ്പോൾ ഇനി നമുക്ക് ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 2 മുട്ടേൻ്റെ വെള്ള, 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, 6 അല്ലി വെളുത്തുള്ളി, 2 ഐസ് ക്യൂബ്, കപ്പ് തൊട്ടിട്ട് 1 കപ്പ് വരെ ഓയിൽ. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിക്കുന്നത് എത്ര തിക്നെസ് നമുക്ക് വേണോ അത്രത്തോളം ഓയിൽ ഒഴിച്ചാലേ അത് തിക്കാവുള്ളൂ. ഇമൽസിഫൈ ആണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇത്രയും തിക്നെസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബീഫൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ തന്നെ, അതുകൊണ്ട് പെട്ടെന്ന് കുക്കാവും സംഭവം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ മൈ ഹാൻഡ്സ് ആർ ക്ലീൻ. എന്നിട്ട് ഇറ്റ്സ് ഗോണ ബി മെസ്സി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു പീറ്റ ബ്രെഡ് എടുത്തു. അതിലേക്ക് നമ്മളുടെ ഗാർലിക് പേസ്റ്റ് തേച്ചു. നമ്മൾ കുറച്ച് ഓണിയൻസ് ഇട്ടു. നമ്മളുടെ ബീഫ് വെച്ചെടുത്തു. എന്നിട്ട് നമ്മളങ്ങനെ സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ് അപ്പോൾ കാണാം.